ഹായ് അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിത് അരിയും ഉഴുന്നും ഒന്നും അരച്ചിട്ടില്ല ഇതിൽ. അത് അരിയും ഉഴുന്നും ഒന്നും അരയ്ക്കാതെ തന്നെ നല്ല മൊരിഞ്ഞിട്ടുള്ള പേപ്പർ ദോശ പോലെയുള്ള നല്ല കനം കുറഞ്ഞിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ. അപ്പൊ നമുക്കിത് പുളിദോശ പോലെ തന്നെ ഒരു ചെറിയൊരു പുളിയും ഒക്കെ ആയിട്ടുള്ള ദോശയാണ് കേട്ടോ. പിന്നെ നമുക്ക് തലേ ദിവസം ആട്ടി വെച്ച് ഇങ്ങനെ പൊങ്ങാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതില്ലാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ നല്ല മൊരിഞ്ഞ സൂപ്പർ ആയിട്ടുള്ള ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ് അളവാണ് കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു ഗ്ലാസ്സിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് പാക്കറ്റ് പൊടി വാങ്ങാൻ കിട്ടുന്ന പൊടിയില്ലേ, അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിന്റെ കൂടെ അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു 3/4 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ എടുത്ത ഗോതമ്പ് പൊടി നമ്മൾ വീട്ടിൽ കഴുകി ഉണക്കി പൊടിപ്പിച്ച പൊടിയാണ് കേട്ടോ, ഗോതമ്പ് പൊടി. അപ്പൊ ഒരു ഗ്ലാസ് അരിപ്പൊടി, 3/4 ഗ്ലാസ് ഗോതമ്പ് പൊടി, അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ഒത്തിരി അങ്ങോട്ട് പുളി ഇല്ലാത്ത തൈരാണ് കേട്ടോ. അപ്പൊ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് തൈരാണ് കേട്ടോ അത്. അപ്പൊ ഒത്തിരി അങ്ങോട്ട് പുളി ഉള്ളതാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഒരു 1-1.5 ചേർത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ചൊക്കെ പുളി ഉണ്ടായിക്കോട്ടെ, എന്നാലേ നമുക്ക് ഈ ഒരു ദോശ അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. 3 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏത് അരിയുടെ ചോറായിരുന്നാലും കുഴപ്പമൊന്നുമില്ല, തലേ ദിവസത്തെ ചോറായാലും കുഴപ്പമില്ല കേട്ടോ. 3 ടേബിൾ സ്പൂൺ ചോറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് മാവൊന്ന് അരച്ചെടുക്കണം. അപ്പൊ ഇത് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ആദ്യം തന്നെ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ, കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഈ പൊടിയും ചോറും തൈരും എല്ലാം കൂടെ ഒന്നിങ്ങനെ മിക്സ് ആക്കി കൊടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അരഞ്ഞു കിട്ടില്ല കേട്ടോ. മിക്സ് ആക്കിയിട്ട് നമുക്കിത് അരയ്ക്കുമ്പോൾ വെള്ളത്തിന് ആവശ്യം ഉണ്ടെങ്കിൽ ഒരു ഇത്തിരിയും കൂടെ വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പൊ ഞാൻ അരച്ചെടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഒരു പൊടി ഉണ്ടല്ലോ, അത് ഈ ഒരു രീതിക്ക് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്തതിന് ശേഷം പിന്നെ നമുക്ക് നന്നായിട്ട് തന്നെ അതൊന്ന് തവി വെച്ചിട്ടായിരുന്നാലും നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പൊ ഈ മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ തൈരും കൂടെ ചേർത്തതാണ്. അപ്പൊ അത് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു 2-3 മിനിറ്റോളം നമുക്ക് തവി വെച്ചിട്ട് നല്ലോണം ഇതുപോലെ കലക്കി കൊടുക്കുക കേട്ടോ. നമുക്ക് ഇതിൽ ബബിൾസ് ഒക്കെ ഒന്ന് ഫോം ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കണ്ടല്ലോ, ഇതുപോലെ നമ്മുടെ ബാറ്റർ ഇതുപോലെയാണ് ഇരിക്കേണ്ടത് കേട്ടോ. ഒത്തിരി ലൂസും ഒത്തിരി കട്ടിയും ആവരുത്. പിന്നെ ഞാനിതാ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി. അപ്പൊ ഓവർ ചൂടുണ്ടെങ്കിൽ ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വലുപ്പത്തിൽ ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് തട്ടുദോശയുടെ പോലെ കുറച്ച് ഒഴിച്ചിട്ട് പരത്താണ്ട് ചെയ്യുമല്ലോ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. നമുക്ക് ആ നെയ്റോസ്റ്റൊക്കെ കഴിക്കുമല്ലോ, അതിൻ്റെ ഒക്കെ അതേ ഒരു ടേസ്റ്റിലാണ് കേട്ടോ. അപ്പൊ അത് നല്ലോണം ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും തടവി കൊടുക്കുക. അപ്പൊ ഞാൻ ഇപ്പൊ തടവി കൊടുക്കുന്നത് നല്ലെണ്ണയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ നെയ് റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമല്ലോ, ഉഴുന്ന് അരച്ചിട്ടുള്ള ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ നമ്മൾ നെയ്ക്ക് പകരം കുറച്ച് നല്ലെണ്ണ ഒന്നാക്കി കൊടുത്തു നോക്കൂട്ടോ. സൂപ്പറാണ് കേട്ടോ, നല്ലൊരു മണമൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പൊ അത് ഞാൻ തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ദോശ നല്ലോണം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ആ സമയം ഞാൻ ആദ്യം ഒഴിച്ചത് മാറ്റി വെക്കുകയാണ്. ഇപ്പൊ അത് അടുത്തതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് ചെറിയ തവി ആയതുകൊണ്ടാണ് ഞാൻ 2 പ്രാവശ്യം കോരി ഒഴിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇത് അതുപോലെ നല്ല നൈസായിട്ട് തന്നെ പരത്തി കൊടുക്കാം കേട്ടോ. നല്ല കനം കുറഞ്ഞിട്ട് തന്നെ നമുക്ക് ഈ ഒരു ദോശ കിട്ടും കേട്ടോ. അപ്പൊ അതിന്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വന്ന ശേഷം ഞാൻ കുറച്ച് നല്ലെണ്ണ തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ നല്ലെണ്ണ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ചിലരൊക്കെ ചെയ്യുന്നുണ്ടാവും. അത് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ നമ്മൾ നെയ്റോസ്റ്റോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ നെയ്ക്ക് പകരം ഇതുപോലെ ഒന്ന് നല്ലെണ്ണ ഒന്നാക്കി കൊടുത്തോ കേട്ടോ. നല്ലൊരു മണം മാത്രമല്ല നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. അപ്പൊ ഞാൻ 2ാം പ്രാവശ്യം നമ്മൾ ഒഴിച്ചു കൊടുത്തില്ലേ, അതും നല്ലോണം ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സമയം നമുക്ക് അതും കൂടെ ഒന്ന് മാറ്റാം. അപ്പൊ നമ്മുടെ മാവ് ഈ ഒരു പാകത്തിൽ തന്നെ ഇരിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതുപോലെ കിട്ടുള്ളൂ കേട്ടോ. മാവ് ഒത്തിരി കട്ടിയിലും അതുപോലെ വല്ലാണ്ട് നമ്മൾ നീർദോശ ഒക്കെ ഉണ്ടാക്കുന്ന കണക്കിന് അങ്ങോട്ട് ലൂസായിട്ടും പോവരുത് കേട്ടോ. അപ്പൊ ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ആ ഒരു മാവ് കിട്ടണം. എന്നാലേ
ഇതുപോലെ നമുക്ക് പരത്തിയിട്ട് എടുക്കാൻ വേണ്ടി കിട്ടുള്ളൂ. പിന്നെ ഇത് മൊരിയലൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് മൊരിപ്പിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ കുഞ്ഞുമക്കൾക്ക് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ മൊരിഞ്ഞ് വരുന്ന ഇപ്പൊ നമ്മൾ നെയ്യാക്കി കൊടുക്കുമല്ലോ, ആ സമയത്ത് ഇത്തിരി പഞ്ചസാര ഉണ്ടല്ലോ നമ്മൾ 2 വിരലുകൊണ്ട് എടുക്കുക കേട്ടോ. എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ തൂവി കൊടുക്കുക അതിന്റെ മുകളിൽ. എന്നിട്ട് അപ്പൊ അതിങ്ങനെ ഒന്ന് മെൽറ്റായിട്ട് വരും. ആ ദോശയിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ആ ഒരു ദോശ. അപ്പൊ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയോ കൂട്ടോ, കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ. അപ്പൊ ഞാൻ ബാക്കി മുഴുവനും ഒന്ന് ചുട്ടെടുത്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ പേപ്പർ പോലത്തെ നമ്മുടെ ഈ ഒരു ദോശ അതാ റെഡി ആയിട്ടുണ്ട്. ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല കനം കുറഞ്ഞിട്ട് അതുപോലെ തന്നെ നല്ലോണം മൊരിയിപ്പിച്ചിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ആ മൊരിയിപ്പിച്ചിട്ട് അത് മൊരിഞ്ഞ് എടുക്കൂലോ, അങ്ങനെ കഴിച്ചിട്ട് നോക്കി നോക്കും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അതുപോലെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഇപ്പൊ തേങ്ങാ ചട്നിയോ തേങ്ങാ ചമ്മന്തിയോ എന്ത് വേണേലും ഇതിന്റെ കൂടെ കഴിക്കാനും അടിപൊളിയാട്ടോ. പിന്നെ ഉഴുന്നും ഇതൊക്കെ അരയ്ക്കുന്ന പോലെ ഒത്തിരി അങ്ങോട്ട് ഓവറായിട്ട് പുളി ഉള്ളതും അല്ല. പിന്നെ നമ്മൾ തൈര് ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി, ഒത്തിരി പുളിയുള്ളതാണെങ്കിൽ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. മാവിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന പൊടിക്ക് അനുസരിച്ചിട്ട് എടുത്താൽ മതി. അപ്പൊ കണ്ടല്ലോ 2 ഭാഗം നമുക്ക് അത്ര മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒട്ടും കരിഞ്ഞു പോവുക അതുപോലെ പാനിൽ ഒട്ടി പിടിക്കുക ഒന്നും ചെയ്യൂല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു പോവല്ലേ കേട്ടോ. നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല വെറൈറ്റി ദോശകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കണം കേട്ടോ കാണാത്തവർ. എന്നിട്ട് നിങ്ങൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഉണ്ടാക്കി നോക്കി നിങ്ങൾ കഴിച്ച് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ് കേട്ടോ. ചിലരൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ ഒത്തിരി താങ്ക്സ് കേട്ടോ. അതുപോലെയൊക്കെ ചെയ്ത് നോക്കിയവർക്ക്. അത് നിങ്ങളും ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഒരു ഉണ്ടാക്കി നോക്കുക കേട്ടോ. അതുപോലെ നമ്മൾ ഈ ദോശ ഡെയിലി ദോശ അധികം ദോശ ഉണ്ടാക്കുന്ന വീടുകളുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ അധികം ദോശയാണ് വേണ്ടത് കേട്ടോ. അപ്പൊ എന്നും ഒരേ ദോശ അല്ലാണ്ട് നമ്മൾ ഇതുപോലൊക്കെ ഒന്ന് മാറ്റി മറിച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് മക്കൾക്കും ഒത്തിരി ഇഷ്ടമാവും. പിന്നെ സ്കൂൾക്ക് കൊടുത്തയക്കുമ്പോൾ ഇപ്പൊ രാവിലത്തെ ഒക്കെ കൊണ്ടുവന്ന മക്കളുണ്ടാവൂലേ, അപ്പൊ അവർക്കാണെങ്കിൽ ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കും ഇത് ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു റെസിപ്പിയാണ് ഇത്. ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരിക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ. പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവരിൽ ചിലരൊന്നും ലൈക്ക് അടിക്കുന്നില്ല. നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ലൈക്കും കൂടെ ഒന്ന് അടിച്ചിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും കാണുന്നുണ്ട്. അപ്പോൾ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ബെല്ലൈക്കണൊക്കെ ഒന്ന് ഓണാക്കി ഇടുന്ന സമയത്ത് ഞാനിതുപോലെ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും. അപ്പം അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.